ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. നമ്മുടെ ചാനലിന് 11,000 സബ് തികഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം എന്നോടൊപ്പമായിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയും കടപ്പാടും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്നും പാലക്കാടേക്ക് പോകുന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വായോ കൂട്ടുകാരെ, നമുക്ക് കണ്ടു നോക്കാം. രാവിലെ തന്നെ ഞാനും സൂര്യമോളും കുളിച്ച് റെഡിയായി സന്തോഷിൻ്റെ ഹോട്ടലിൽ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. രാവിലത്തെ ഒരു യാത്ര വളരെ വളരെ മനോഹരമായി തോന്നി. പ്രത്യേകിച്ചും 10 മണി വരെ കിടന്ന് ഉറങ്ങുന്ന എനിക്ക് കേട്ടോ. എന്തായാലും ഇടതുവശത്ത് കാണുന്നതാണ് വെടിവിച്ചാങ്കോവിൽ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പാപ്പനംകോട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാപ്പനംകോട് KSRTC ബസ്സിൽ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നു. മനോഹരമായ കാഴ്ചയായിരുന്നു. രാവിലത്തെ കാറ്റേറ്റ് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിർമയേകുന്ന യാത്രയായിരുന്നു കേട്ടോ. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് കാർ പാർക്കിങ്ങും 2 വീലർ പാർക്കിങ്ങുള്ള വളരെ മനോഹരമായി വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. ഇടതുവശത്ത് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞങ്ങൾ തമ്പാനൂർ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ എല്ലാവരും ട്രിവാൻഡ്രം. പണ്ട് ഞങ്ങൾ തമ്പാനൂർ എന്നാണ് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. ഓട്ടോ ഭയങ്കര രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് തന്നെ ഓട്ടോ പുറത്താണ് നിർത്തിയത്. എന്തായാലും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയിട്ടുണ്ട്. ട്രെയിൻ വന്നിട്ടുണ്ട്. ഏത് ട്രെയിനാണെന്നല്ലേ? അതേ വന്ദേ ഭാരത് ട്രെയിനാണ്. സൂര്യമോൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സൂര്യ ഭയങ്കര സന്തോഷവതിയാണ്. അപ്പോൾ ട്രെയിനിൽ പോകണം കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും അവളെ സീറ്റിൽ പോയി അവളെ ഇരിപ്പ് ഉറപ്പിച്ചു. പിന്നെ അതിനുശേഷം നമുക്കറിയില്ല സൂക്ഷിച്ചൊരു ഫോട്ടോ എടുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ 1-2 ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അവളത് വീഡിയോ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാനിതൊക്കെ കാണുന്നത്. അവളുടെ ഫോണിൽ നിന്നാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ എന്തായാലും കൃത്യം 5:15 ആയപ്പോൾ തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് കോഫി വേണമെന്നൊക്കെ ചോദിച്ചു വന്നു. കാരണം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് വിത്തൗട്ട് ഫുഡായിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ രാവിലെ അവർ കോഫിയും ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. പേയബിളാണ് കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണെന്ന് തോന്നുന്നു. 2 പേർക്ക് 40 രൂപയായിരുന്നു. ഒരു കോഫിയും 2 ബിസ്ക്കറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ അകത്തുനിന്ന് ട്രെയിനിൽ നിന്ന് ഒരു കോഫി വാങ്ങുമല്ലോ, അതിനെക്കാട്ടും ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ഒരു ഗ്ലാസ് ചൂടുവെള്ളവും അതിനകത്ത് കോഫി പൗഡർ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ കോഫിയൊക്കെ കഴിച്ചു. പിന്നെ എന്താ പറയേണ്ടത്, ട്രെയിൻ ഇങ്ങനെ അതിൻ്റെ മുന്നോട്ട് ഇങ്ങനെ അത് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്തേക്കും നമ്മൾ സൂര്യഭഗവാൻ ഇങ്ങനെ രാവിലെ കണ്ണ് ചിമ്മി നോക്കിയപ്പം സൂര്യമോള് വീഡിയോ എടുക്കണം. അപ്പോൾ സൂര്യയ്ക്ക് തന്നെ ഹായ് സൂര്യ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയം അവളതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല, ഇതൊക്കെ എപ്പോഴേ എടുത്തതെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് എടുത്തത് കണ്ടോ. കൊച്ചു കുട്ടിയെന്നാണ് വിചാരം. എപ്പോഴും കാർട്ടൂൺ കാണുക അവളുടെ ശീലമാണ് കേട്ടോ. അപ്പോൾ അവൾ കാർട്ടൂൺ കാണുന്നു, വീഡിയോ എടുക്കുന്നു, കാർട്ടൂൺ കാണുന്നു, വീഡിയോ എടുക്കുന്നു. ഞാനാണെങ്കിൽ ഇച്ചിരി ഉറങ്ങുന്നു എണീക്കുന്നു. ഇതൊക്കെയായിരുന്നു ഇവിടെ നമ്മുടെ ആ സോഷ്യൽ പരിപാടികൾ കേട്ടോ. പിന്നെ എന്താ പറയേണ്ടത്, യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുക, വീഡിയോസ് കാണുക, ഇതൊക്കെയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ കൊച്ചിനൊക്കെ കഴിഞ്ഞു. നമ്മൾ തൃശ്ശൂർ എത്താൻ പോവുകയാണ്. തൃശ്ശൂർ അങ്ങനെ എത്തി. അപ്പോൾ തൃശ്ശൂർ ഇറങ്ങണം. തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത് ബസ്സിൽ പോകേണ്ടത്. വന്ദേ ഭാരത് തൃശ്ശൂർ വരെയല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പാലക്കാട് പോകാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും വന്ദേ ഭാരത് ബൈ ഒക്കെ പറഞ്ഞു ഒരു ടാറ്റയൊക്കെ കൊടുത്ത് വന്ദേ ഭാരത് കാസർഗോഡിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ പാലക്കാടേക്കും പോകാനായിട്ട് ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു ലിഫ്റ്റിൽ കയറാനായിട്ട്. എന്തായാലും പ്ലാറ്റ്ഫോമിലെത്തി. അവിടെ ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ അനൂപിനെ കാണുന്നുണ്ട്. നമ്മുടെ ലൈവിൽ വരുന്ന എല്ലാവർക്കും അറിയാം അനൂപ് സെബാസ്റ്റ്യൻ തൃശ്ശൂരാണ്. അപ്പോൾ അവനെ കണ്ടു. അപ്പോൾ അവനോടൊപ്പം ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ. തൃശ്ശൂർ ബസ് സ്റ്റാൻഡാണ്. ഈ സമയം അനൂപ് ഞങ്ങളെ പാലക്കാട് ബസ് കയറ്റി വിട്ട് അനൂപിൻ്റെ വീട്ടിലേക്കും ഞങ്ങൾ പാലക്കാടേക്കും പോകുന്നുണ്ട്. കണ്ടക്ടർ വന്നപ്പോൾ ഞങ്ങൾക്ക് ചിറ്റൂരാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം അവിടെ വരെ ഇറങ്ങാനുള്ള ടിക്കറ്റൊക്കെ തന്നു. തൃശ്ശൂരിൻ്റെ മനോഹരത ആസ്വദിച്ച് പോകുന്ന സമയത്ത് കുതിരാൻ തുരങ്കം എത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ കാറിലാണ് ഇതിനകത്തൂടെ പോയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് KSRTC ബസ്സിനകത്തൂടെ ഈ കുതിരാൻ തുരങ്കത്തിലൂടെ പോകുന്നത് കേട്ടോ. വളരെ നല്ലൊരു മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ സൂര്യമോൾക്ക് അവൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ആര്യമോളെ കാണാൻ പോകുവാണല്ലേ. പക്ഷേ ഇപ്പോഴും ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നറിയുമോ, ആര്യമോൾ ഇത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പാലക്കാടേക്ക് പോകുന്ന കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ചിറ്റൂർക്ക് ബസ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഓട്ടോയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചിറ്റൂർക്ക് ബസ് ഞങ്ങൾ കയറി. ചിറ്റൂർ ബസ് കയറിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ നിന്നാണ് ഞങ്ങൾ എവിടെ പോയത്. ചിറ്റൂരല്ല, ഞങ്ങൾ അണിക്കോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അണിക്കോടെന്ന സ്ഥലത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ നിന്നിട്ട് എന്താ പറയേണ്ടത്, ആ പാലക്കാടിൻ്റെ മനോഹരത ഞങ്ങളുടെ ഫോണിലേക്ക് ഒപ്പിയെടുക്കുകയായിരുന്നു.
എന്താ മനോഹര ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. നെൽപ്പാടങ്ങളൊക്കെ നെല്ലൊക്കെ കൊയ്തിട്ടിരിക്കുന്നു എങ്കിൽ തന്നെയും വളരെ മനോഹരമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ അണിക്കോടെത്തി ഹോട്ടൽ റൂം എടുത്തു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഹോട്ടൽ റൂം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയേണ്ടത്, യാത്രയിൽ ഒരു ക്ഷീണമൊക്കെ ഞങ്ങൾക്ക് തോന്നുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്തും കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യമോൾക്ക് ബിരിയാണി. അപ്പോൾ ഞാൻ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ചോറ് തന്നെ വേണം. അപ്പോൾ ആ ചേട്ടന് കഴിക്കാനുള്ള ചോറ് എനിക്ക് ഇച്ചിരി തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഞങ്ങൾ എന്താ പറയുക, അതിനുശേഷം ഞങ്ങൾക്ക് ഇവൾക്കൊരു ബൊക്കെ കൊടുക്കണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ബൊക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടുത്തെ പൂക്കട എല്ലാം കറങ്ങിയായിരുന്നു. അവസാനം ഞങ്ങൾക്കൊരു പൂക്കടയിൽ കൊണ്ട് ആ ഓട്ടോ ചേട്ടൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. മനോഹരമായ റോസ് പെറ്റൽസ് കൊണ്ടിട്ടുള്ളൊരു ബൊക്കെ ആയിരുന്നു കേട്ടോ. അതുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മോളെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്തൊന്നും അവൾ അറിയുന്നില്ല. അവൾ ക്ലാസ്സിലിരുന്ന് നല്ല പഠിത്തമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ അവൾക്കൊരു മെസ്സേജ് ഇട്ട്, മോളെ എൻ്റെ ഒരു ഫ്രണ്ട് നിന്നെ അവിടെ കാണാൻ വരുന്നുണ്ട്, ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ അത് കാരണം നിനക്ക് ഞാനൊരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ കുട്ടി അവിടെ ഒരു 4 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഞാൻ വരാൻ ലേറ്റ് ആണെങ്കിൽ അമ്മ അവരുടെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി, 4 മണിക്ക് വന്നാൽ മതി, 4 മണിക്ക് മുന്നേ വരരുതേന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിത് വിളയോടി അവിടെ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കരുണ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്താ പറയുക, ഒരു നാട്ടുംപുറമാണ് കേട്ടോ. ഒത്തിരി ഉള്ളിലോട്ടാണ് ഈ ഹോസ്പിറ്റലും ഈ കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയുക, നല്ല ഒരു പാലക്കാടൻ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചിട്ട് അതിൻ്റെ നടുക്ക് മനോഹരമായ ഒരു കോളേജ് കേട്ടോ. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടെ ഓട്ടോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു 3:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1/2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ കുറച്ച് സമയം അവിടെ ഇരുന്നു. സൂര്യമോൾക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ പൊന്നു എന്താ ചൂട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂടാണ്. സൂര്യമോള് പിന്നെ അവിടെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരിപ്പ് പിടിച്ചു കേട്ടോ. ആ പൂവൊക്കെ ഇങ്ങനെ എന്താ മടിയിൽ വെച്ചിട്ട് പാട്ടൊക്കെ പാടി, ചേച്ചി ഇപ്പോൾ കാണാമല്ലോ, ചേച്ചിക്ക് ഭയങ്കര സർപ്രൈസ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു വേറൊരു ലോകത്തായിരുന്നു കേട്ടോ. കാരണം അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക, അവളുടെ ആ സന്തോഷം കാണുക, എന്താ പറയണ്ടേ, എനിക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ടേ, എനിക്കിതിൻ്റെ താങ്ക്സ് എൻ്റെ രമേശ് എന്താ പറയല, രമേശ് എന്നാണ് എനിക്കിത് അനുവാദം തന്നത്, നീ പൊയ്ക്കോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ താങ്ക്സ് രമേശ് ഏട്ടാ. അപ്പോൾ അവൾ തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മ അവിടെ കോളേജ് ഹോസ്പിറ്റലിൽ തന്നെ അവിടെ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ ഇപ്പോൾ അവരുടെ ഇരിക്കാൻ പറയുമെന്ന് പറഞ്ഞു. ഈ സമയം കൊണ്ട് കേട്ടോ അവൾ 4 മണിയെ ഞാൻ ഫോൺ വിളിച്ച് അവരവിടെ എത്തിയെന്ന് പറഞ്ഞില്ല, അവൾ എന്നെ കണ്ടു ക്ലാസ്സിലൂടെ കേട്ടോ. പിന്നെ ഓടി വന്ന് കെട്ടിപ്പിടിയും കരച്ചിലൊക്കെ ആയിരുന്നു. ഈ സമയം അതൊന്ന് വീഡിയോ അവൾ ഉൾപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രംഗമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ ഫ്രണ്ട്സ് ആരതി മഞ്ഞയാണ് കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കോളേജ് ക്യാൻറ്റീനിൽ ഇപ്പോൾ അവർക്ക് ജ്യൂസും ഞാനൊരു ഫലൂഡ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയം ആര്യമോൾ അവിടെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയി പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവർ കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അനുജത്തിയും ചേട്ടത്തിയും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിൽ പോവുകയാണ്. ഇനി ഹോസ്റ്റലിൽ പോയി നമ്മൾ റീസൺ എഴുതി കൊടുക്കണം, അവളെ വിളിച്ച് പുറത്തു കൊണ്ട് പോകുന്നതിൻ്റെ റീസണൊക്കെ എഴുതി കൊടുക്കണം. വാർഡനെ കണ്ടു, സംസാരിച്ചു. ആ കോളേജിൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ. പിള്ളേർ അത്രയും പേര് പഠിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര അച്ചടക്കമുള്ള ഒരു കോളേജാണ് കേട്ടോ കരുണ മെഡിക്കൽ കോളേജ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനും സൂര്യമോളിങ്ങനെ ആര്യമോൾ റെഡിയായി വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അവൾ വന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര ബിസി ഉള്ള ദിവസമായിരുന്നു. കാരണം വെച്ചാൽ ഇവരുടെ കോളേജ് ആർട്സ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ആർട്സ് ഫെസ്റ്റിവലിന് ഒരു 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിനകത്ത് ഇവളാണ് കോറിയോഗ്രാഫി ചെയ്യുന്നത്, പാട്ട് ഡാൻസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം ഇവൾക്കന്ന് കുറച്ച് ഡാൻസിന് സ്റ്റെപ്പൊക്കെ പയ്യന്മാർക്കും പെമ്പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ വന്നു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു. ഒനിയൻ പക്കോടയും കോഫിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് രാത്രിയായ സമയത്ത് ഇവൾ എപ്പോഴും കഴിക്കുന്നൊരു സംഭവമാണ്, ഇത് MCBO അങ്ങനെ എന്തോ ഒരു പേര് പറയും, എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ആ പേര് കിട്ടുന്നില്ല. ഫ്രഞ്ച് ഫ്രൈസും ചീസും ചിക്കൻ ഫ്രൈസും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയ ഒരു സാധനമായിരുന്നു. ഇച്ചിരി ഉപ്പായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ലെമൺ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും ഓർഡർ ചെയ്തു. കാരണം നമുക്ക് വിശപ്പില്ലായിരുന്നു കേട്ടോ. ഒനിയൻ പക്കോടൊക്കെ കഴിച്ചിട്ടും പിന്നെ മോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല റോളൊക്കെ, അപ്പോൾ അത് കഴിച്ച് നമുക്ക് വിശപ്പ് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ അത് കണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങി കേട്ടോ. അവർ കിടന്നുറങ്ങിയ സമയത്ത് ഞാനൊന്ന് എന്താ പറയുക ഹോട്ടൽ റൂമിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ബാഗൊക്കെ അവിടെ കൊണ്ടുവച്ചു. എന്താ പറയുക നല്ലൊരു മനോഹരമായ റൂം തന്നെയായിരുന്നു കേട്ടോ. നല്ല സേഫായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ലേഡി സ്റ്റാഫൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന് ഇതുപോലെ ഈ ഹോട്ടലല്ല വേറെ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ താമസിക്കുന്നതാണ്. മോളിപ്പോൾ 4ാമത്തെ വർഷമാണല്ലോ. അപ്പോൾ 1-2 വർഷമൊക്കെ ഇങ്ങനെ റൂം എടുത്ത് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് തോന്നിയില്ലായിരുന്നു. എന്തായാലും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ കഴിച്ച് നമ്മൾ ദോശയും സാമ്പാറും ചമ്മന്തിയും ഓംലെറ്റൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ നിന്നും മോളെ ഹോസ്റ്റലിൽ കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പാർലറിൽ പോയി ഹെയർ ഒന്ന്
സെറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇന്നാണല്ലോ ആ എന്താ പറയുക ഗ്രൗണ്ടിനകത്ത് വെച്ചിട്ട് ഇവരുടെ ഗ്രൂപ്പ്, അതായത് ഈ ആർട്സ് ഫെസ്റ്റിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിന് പേരിടുകയും അതുപോലെ തന്നെ ഇവരുടെ പെർഫോമൻസ് അവതരിപ്പിക്കുക, പിന്നെ അത് അവർ അവതരിപ്പിക്കുന്ന അവരുടെ പേരുകൾ വെളിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രോഗ്രാമാണ്. സത്യം പറഞ്ഞാൽ ആര്യമ്മൾക്ക് നല്ല വിഷമമായി. ഇത് കാണാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ല. സൂര്യമോളെങ്കിലും വിടമ്മാ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവളെയും വിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാത്രി 11 മണിക്ക് തിരിച്ചിങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് വരണമല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ തന്നെയായിരുന്നു. ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് കേട്ടോ ഗോൾഡ്മല. ആ ഡാൻസാണ് കേട്ടോ ഇത്. അങ്ങനെ രാത്രി ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഘോഷയാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. എന്തായാലും രാത്രി 9 മണി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് രാത്രി 11 മണിക്കാണ് ട്രിവാൻഡ്രത്തേക്കുള്ള ബസ് കേട്ടോ. അപ്പോൾ എന്തായാലും ചന്ദ്രൻ നഗറാണ് കേട്ടോ ഞങ്ങൾ എത്തേണ്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് കയറി. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു നല്ല ഗീ റോസ്റ്റ് ഉണ്ട്, നല്ല മൊരിഞ്ഞ ഗീ റോസ്റ്റ്, ഒന്ന് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന് ചൂടോടെ ഒരു പ്ലേറ്റിങ് പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദോശ വന്ന് ഞാനും മോളും കൂടെ കഴിച്ചു. പിന്നെയും അതിനുശേഷം 1 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. 11 മണിയല്ല, അതായത് ഒത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ അവിടെ എന്താ പറയുക ബസ് വന്നത്. A1 ട്രാവൽസാണ്. എന്തായാലും ഞങ്ങൾ ബസ്സിനകത്ത് കയറി. ബസ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ യാത്ര വളരെ ദുസ്സഹനീയമായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എൻ്റെ പൊന്നോ എങ്ങനെയെങ്കിലും ട്രിവാൻഡ്രം എത്തിയേ മതിയെന്നായി. ഇരുന്ന് നേരം വെളുപ്പിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മനസ്സിന് വളരെ സന്തോഷമുണ്ട്. കാരണം മകളെ കണ്ട ഒരു സന്തോഷം അതൊന്ന്. പിന്നെന്താണ്, ഒരു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കേട്ടോ ഈ സമയം ഞാൻ കടന്നുപോയത്. എന്തായാലും രാവിലെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി. സന്തോഷമല്ല വന്നത്, സന്തോഷിൻ്റെ ജ്യേഷ്ഠൻ പ്രസന്ന ചേട്ടനാണ് വന്നത്. അങ്ങനെ ഞങ്ങളുടെ സ്ഥലം എത്തി. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ പാലക്കാടൻ യാത്ര എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾ എന്നോടൊപ്പം ഈ വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാ എന്താ പറയേണ്ട നല്ല ഉള്ളങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുണ്ട്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു ബിജി രമേശ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.